ശിവൻകുട്ടി ചേട്ടനോ? നീ ഏതാ? നിനക്കെന്നെ അറിയോ? എന്നെ കളിയാക്കുകയാണോ? ചിരിക്കുന്നു. എന്ത് വേണം നിനക്ക്? നിങ്ങൾക്കെന്നെ അറിയില്ലേ? അയ്യോ, നിന്നെ ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ. ചേട്ടാ, പെണ്ണെ, മാന്യന്മാരെ അവമാനിക്കരുത് കേട്ടോ. നിങ്ങൾ മുമ്പ് ഇവിടെ വന്നതും എന്നെ സ്നേഹിച്ചതും ഓർമ്മയില്ലേ? ഞാൻ ഇതിനു മുമ്പേ ഇവിടെ വരിക, നിന്നെ സ്നേഹിക്ക. പെണ്ണെ, നിനക്ക് ആള് മാറിപ്പോയി കാണും. പിരിയുമ്പോ നിങ്ങൾ എന്റെ വിരലിന്റെ ഒരു മോതിരം ഇട്ട് വന്നില്ലേ? ഞാൻ ഇട്ട് തന്നു. വിരലിലോ മോതിരമോ? അതോ നിന്റെ കയ്യിലോ? എന്നാ അതൊന്ന് കാണട്ടെ. അത് അയവായിരുന്നു എന്റെ വിരലിൽ, പിന്നെ കറക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പെട്ടിയിൽ ഒരു വെച്ചു. അസംബന്ധമായി പോകുന്നുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. ഏയ്, അവിടെ നിൽക്കണം, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്നാ കൊണ്ടുവാ. ഇത് ശാകുന്തളത്തിലെ ഒരു വഴിത്തിരിവാണ്. നോക്കാം. അച്ഛനാണത്, ചന്ദ്രൻ സാറിന്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. ഇങ്ങോട്ട് കയറി ഇരിക്കായിരുന്നല്ലേ? എല്ലാ വിവരങ്ങളും ചന്ദ്രൻ പറഞ്ഞു. ഞാൻ മകളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവളെ കണ്ടതുകൊണ്ട്. എന്നാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ, അവളകത്തുണ്ട്. അപ്പോ കേശവൻ, നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? വന്ന ഉടനെ തന്നെ എങ്ങനെ വേദനിപ്പിക്കാന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ചന്ദ്രന്റെ അമ്മയാണ്. എന്താ കുട്ടിക്ക് അസുഖം? ഇന്നലെ മഴവെള്ളത്തിൽ നനഞ്ഞുകൊണ്ട് അല്പം പനിയുണ്ട്. മോളെ രാധേ, ഞാൻ എന്റെ മകന് വേണ്ടി യാചിക്കാൻ വന്നിരിക്കുകയാണ്. അവന്റെ അച്ഛൻ ഒരുപാട് പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മനസമാധാനം മാത്രം അച്ഛൻ മകന് കൊടുത്തില്ല. അതിവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവന്റെ മനസ്സവന്റേത്. മോളെ, എന്റെ മുഖത്തേക്ക് നോക്കും മോളെ. ഞാൻ ചോദിക്കുന്നത് എന്റെ മകന്റെ ജീവിതമാണ്, എന്റെ ജീവിതമാണ്. പറയും മോനെ, സമ്മതിക്കും മോനെ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്റെ മോനുമായിട്ട് ഇവിടെ കല്യാണ കാര്യം ഇവിടെ അച്ഛനും ഞങ്ങളുമായിട്ട് പറഞ്ഞ് തീരുമാനിച്ചു ചെയ്തിരിക്കുക. നേരാണോ മോളെ? അതെ, വേണമെങ്കിൽ അവിടെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കും. നിൽക്കൂ. ഇതാ, ഇതും കൂടി കൊണ്ടുപോകൂ. ഇത് നിങ്ങളുടെ മകൻ ഇവിടെ തന്നേച്ചു പോയതാ. തിരിച്ചു കൊടുത്തേക്കൂ. എന്റെ മോൻ തന്നതല്ലേ, ഞാനിത് കൊണ്ടുപോവില്ല. പെട്ടി അങ്ങ് എടുത്തു വെച്ചു. ആരും കൊണ്ടുപോകുന്നില്ലേ? വേണ്ട, നമ്മളാരും ആവശ്യപ്പെട്ടിട്ട് കൊണ്ട് തന്നല്ലോ. നിന്റെ കല്യാണം, എനിക്കൊരു കല്യാണവും വേണ്ട. എന്ത് വന്നാലും നീ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും. എന്റെ ഇഷ്ടം ചോദിച്ചില്ല. ഇല്ല, ചോദിക്കത്തുമില്ല. ഞങ്ങൾ നടത്താൻ പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ? ചേട്ടനെ ഈ പെട്ടി അങ്ങ് എടുത്തു വെച്ചു. ചേട്ടനേ, ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളങ്ങ് നടത്തിയാൽ മതി. കല്യാണം കഴിഞ്ഞ നാണക്കുട്ടം നോക്കിയോളും ബാക്കി കാര്യം. പിന്നെ നമ്മൾ അല്പം ബുദ്ധിയായിട്ട് നടക്കണമെന്നാ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഇല്ലാണ്ടായി പോയി പണം. ഞാൻ പറയുന്ന ചേട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ. അമ്മേ, അമ്മ എവിടെ പോയിരുന്നു? ഞാനേ കോവിലകത്ത് ഭഗവതി ക്ഷേത്രം വരെ ഒരു വഴിപാടിന് വേണ്ടി. നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കാൻ വേണ്ടി. നീ എപ്പോ വന്നു പോലെ? ഞാൻ ഊണിന് മുമ്പ് പോന്നു. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിടട്ടെ. കൃഷ്ണൻകുട്ടി,
അമ്മ എങ്ങോട്ട് പോകുമ്പോഴും എന്നോട് പറയാറുണ്ടല്ലോ, ഇന്നെന്താ? രാവിലെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കൊച്ചമ്മയ്ക്ക് തോന്നി ക്ഷേത്രത്തിൽ പോകണമെന്ന്. ഉടനെ പുറപ്പെട്ടു, പോയി തൊഴുതു, പ്രസാദം വാങ്ങിച്ചു, തിരികെ വന്നു. രാധേ, രാധേ, എന്തു വേണം? ഞാൻ രാധയെ ഒന്ന് കാണാൻ വന്ന. എന്തിനാ? നിനക്കെന്താടി ഒരു ദേഷ്യം? എന്തിനാ ഇങ്ങോട്ട് വന്നു എന്നാ ചോദിച്ചത്? നമ്മുടെ കല്യാണം നടക്കാൻ പോണല്ലേ. നടത്തുന്നവർ ദിവസം നിശ്ചയിക്കും, നടത്തുകയും ചെയ്യും. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? ശരി, അവന്റെ അമ്മ വന്നപ്പോ നിന്റെ മനസ്സങ്ങ് മാറിപ്പോയോ? ഓ, അല്ലെങ്കിൽ നിനക്ക് അവനോട് ഇപ്പൊ സ്നേഹമായിരിക്കും. എന്താടി മിണ്ടാതെ നിൽക്കുന്നത്? അതെ, സ്നേഹമാ. നാളെ കൊണ്ട് ചേട്ടൻ എന്ത് വേണം? എന്നാ പോടി അവന്റെ കൂടെ. പോകും. പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടി, പണക്കാരൻ പണക്കാരൻ തന്നെ. പണം തന്നെ നിന്നെ ചൂണ്ടയിടുകയായിരുന്നു, നീയോ അത് കുടുങ്ങി. അകത്ത് ചേച്ചിയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ട്, അവളെ കുഞ്ഞിനെ വെച്ച് വളർത്തുന്നുണ്ട്. നടക്കട്ടെടി, നടക്കട്ടെ. നിന്നെ ഒരു പാഠം പഠിപ്പിക്കാതെ നാണക്കുട്ടിനൊഴിഞ്ഞവരൊന്നും വിചാരിക്കട്ടെ. പാലുടിക്കുന്നു. അച്ഛാ, എവിടെന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങിച്ചു തരണേ അച്ഛാ. എന്റെ മോനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇനി ഇവിടെ കിടത്തിയാല്. അവനെ ഇവിടെ കിടന്നത് ഞാനല്ല, നീയാ. ഈ പണം ഇവിടെ വെച്ചുകൊണ്ട് പുറത്തു പോയി കടം മേടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അമ്മേ, എനിക്ക് വയ്യമ്മേ. എന്റെ മോൻ കരയാണ്. എന്റെ മോന്റെ അസുഖം ഉടനെ ഭേദമാവും. എടി, നിനക്ക് നിന്റെ മോൻ വേണോ? എങ്കിൽ ആ പെട്ടി നോക്ക്. അതിനൊരു പൈസ എടുത്ത് എന്റെ ചേച്ചി എനിക്ക് മാപ്പ് തരില്ല അച്ഛാ. ഈ കുഞ്ഞിനെങ്ങനെ കിടത്തിയാൽ എനിക്ക് മാപ്പ് തരും അല്ലേ? എന്ത് വന്നാലും ആ പണം എടുക്കാൻ എനിക്ക് ശക്തിയില്ല അച്ഛാ. എടി, നിനക്ക് ഭ്രാന്താണ്. അതിന് ഞാൻ കൂട്ടിരുന്നാൽ ഈ നാട്ടുകാരെ എന്നെ കുറ്റം പറയും. നീ ആ പണം എടുക്കുന്നോ ഇല്ലേ? എനിക്ക് വയ്യ അച്ഛാ. നിനക്ക് വയ്യ, നിനക്ക് വയ്യ. ഞാൻ പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത് സംഘടനയിൽ? നിങ്ങൾ എന്തിനിപ്പോൾ ഇവിടെ വന്നു? ഇവിടെ ആരുടെയും സഹായം ആവശ്യമുണ്ട്. 3 ജീവികൾ ഇവിടെയുണ്ട്. അത് 3 ഇവിടെ കഴിഞ്ഞു ചാവും. ആ സമയത്ത് ഈ വീടിന് തീ കൊളുത്തി സൗദാഹം നടത്താൻ നിങ്ങൾ എത്തിയാൽ മതിയാവും. എന്റെ ശങ്കരനായരെ, നിങ്ങളൊന്ന് സമാധാനപ്പെടും. എടി പെണ്ണെ, നീ ഈ കുഞ്ഞിനെ കൊല്ലും. ആ സാറ് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നന്നായിരിക്കാൻ വേണ്ടി കൊടുത്തയച്ചതല്ലേ? ആരായാലും ഇത്തരം വാശി പാടില്ല. ഈശ്വര, അങ്ങ് എന്നെ ഇതിന്റെ നടുവിൽ പിടിച്ചിട്ടല്ലോ. ശരി, ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ അമ്മേ, അയ്യോ. അയ്യോ അമ്മേ, ഞാനെന്ത് ചെയ്യണം? അതിനൊരു പൈസ എടുത്താൽ ഞാൻ തോറ്റുപോകും.